പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു മഞ്ജു നായകനായ മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത കണ്ണപ്പ എന്ന ചിത്രം നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ചിത്രം. ഈ ചിത്രത്തിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഏറിപ്പോയ ലക്ഷണമാണ്. കാരണം മലയാളത്തിൽ ഒറ്റ മനുഷ്യർ ഇതിന് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കണ്ട റിവ്യൂ എല്ലാം നെഗറ്റീവ്, പക്ക നെഗറ്റീവ്. ഞാൻ നോക്കിയപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത റിവ്യൂ പറഞ്ഞതെന്ന് തോന്നി. അതിന് കാരണം എന്താണെന്ന് തിരക്കിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കഥ ഞാൻ ആ റിവ്യൂവിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ ഒരു പക്ഷേ കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് ലിങ്കാവാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം പുരാണ കഥകളോട് പലപ്പോഴും മുഖം തിരിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രവണത. കാരണം ഈ അന്യഭാഷക്കാർ ഈ പുരാണ കഥകളുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന പോലെ നമുക്ക് അതൊരു മനസ്സില്ല. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലിങ്കായി. നേരത്തെ തന്നെ എനിക്ക് ചിത്രത്തിൻ്റെ കഥ ഏകദേശം ഒരു രൂപമുണ്ട്. അത് മനസ്സിലാക്കാതെ കയറി കണ്ടവരായിരിക്കാം ഒരുപക്ഷെ ഈ ചിത്രത്തിൻ്റെ കഥയുമായിട്ട് ഈ കഥ അറിയാതായിരിക്കും കയറിയത്. അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇതെന്ത് കഥയെന്ന് വിചാരിക്കും. പക്ഷെ നേരത്തെ തന്നെ എനിക്ക് ഈ കഥ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോ ചെയ്തുകൊണ്ടാകാം. കണ്ണപ്പ എന്ന് പറയുന്ന ഒരു ശിവഭക്തൻ്റെ കഥയാണ്. പുള്ളിക്ക് ശിവനെയൊന്നും വിശ്വാസമില്ലായിരുന്നു. അവസാനം ശിവനെ വിശ്വാസമുള്ളവരെല്ലാം പുള്ളി ഇങ്ങനെ നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവസാനം ഒരു ശിവഭക്തനായി മാറുന്ന കഥയാണ്. പണ്ട് ഈ കൊച്ചിയിലേക്ക് പുരാണ കഥകളൊക്കെ പറഞ്ഞു വരുന്ന മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും അമ്മമാരും ഒക്കെ പുരാണ കഥകളൊക്കെ പറഞ്ഞ് ഈ പുരാണ കഥകളോട് നമ്മുടെ കുഞ്ഞു മനസ്സിലൊരു ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുരാണ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്കിഷ്ടമാണ്. അതിനകത്ത് ലോജിക്ക് ഉണ്ടോയെന്നൊന്നും ഞാൻ നോക്കത്തില്ല, അത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രം പെട്ടെന്ന് എനിക്ക് ലിങ്കായി. ദൈവത്തിന് വേണ്ടി തൻ്റെ സ്വന്തം കണ്ണുകൾ പറിച്ചു കൊടുക്കുന്ന ഭക്തൻ്റെ കാര്യം പറ്റി, അതുപോലെ തന്നെ ഏകലവ്യൻ്റെ വില്ലുകൾ മുറിച്ചു കഥകളൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ടല്ലേ. അത് ഒരു ഭക്തൻ്റെ മനസ്സാണ്. അത് കഥകളിൽ മാത്രമേ നടക്കത്തുള്ളായിരിക്കാം, ജീവിതത്തിൽ നടക്കുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇത് ആന്ധ്രാപ്രദേശിലെ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഇത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ചിത്രത്തിൻ്റെ കണ്ണപ്പ, ഭക്ത കണ്ണപ്പ എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങുകയും വൻ ഹിറ്റായി മാറുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്. അതിനൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ കണ്ണപ്പ എന്ന ചിത്രം വിഷ്ണു മഞ്ജു ഇറക്കുന്നത്. അവരുടെ പിതാവ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രവാഫും അക്ഷയകുമാറും മോഹൻലാലും പ്രവാഫും ഒക്കെ 10 പൈസ പ്രതിഫലം ഇല്ലാതാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു ശിവന് ട്രിബ്യൂട്ടായിട്ട് ശിവഭക്തന്മാരുടെ ഒരു കഥ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കഥ മനസ്സിലാക്കി, ഈ കഥയാണ് ഇങ്ങനെയുള്ള കഥയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പടം പക്ക നെഗറ്റീവ് ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ചാണ് കയറിയത്. പക്ഷേ ഇതിനകത്ത് അത്രമേൽ ഈ പറയുന്ന പോലെ അത്രമേൽ നെഗറ്റീവ് പറയാൻ മാത്രമുള്ള ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ചില പോസിറ്റീവ് തിങ്കിങ് തന്നെ ഉണ്ട് എന്ന് തന്നെ. ഈ കഥ ഇഷ്ടപ്പെടുന്നവർക്ക് നിശ്ചയമായിട്ടും, നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ നിശ്ചയമായിട്ട് ഈ ചിത്രം ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഉറപ്പാണ്. പിന്നെ ഈ ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ കേരളത്തിൽ പക്ക നെഗറ്റീവാണല്ലോ, അത് തന്നെ കളക്ഷനെയും ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 16 ലക്ഷത്തിന് മുകളിലാണ് ട്രാക്കിംഗ് കളക്ഷൻ ഈ ചിത്രത്തിന് കാണിക്കുന്നത്. അങ്ങനെ ഈ ചിത്രം ഏകദേശം 35-40 ലക്ഷം കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ്റെ ഒരു 5-10 മിനിറ്റേ ഉള്ളൂ ലാലേട്ടൻ. അങ്ങനെ ഒരു ആദ്യ ദിനം തന്നെ ഇത്രയും ലക്ഷം ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പക്ഷേ വിദേശ മാർക്കറ്റിൽ നിന്നായാലും അതുപോലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മികച്ച ജനാഭിപ്രായം നേടിയാണ് ഈ ചിത്രം മുന്നേറുന്നത്. പല റിവ്യൂകളും നമ്മൾ കാണുമ്പോഴും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴും അവിടെയൊക്കെ മികച്ച അഭിപ്രായം തന്നെയാണ് ഈ ചിത്രത്തെപ്പറ്റി പലരും പറയുന്നത്. പ്രത്യേകിച്ച് പ്രവാഫും ലാലേട്ടനും തകർത്താടിയെന്നാണ് അവരുടെ ആ പ്രേക്ഷകരുടെയൊക്കെ അഭിപ്രായം. അപ്പം എല്ലാവരുടെ അഭിപ്രായം ഒന്നാകണമെന്നില്ലല്ലോ. ഏതായാലും ആന്ധ്രയിൽ നിന്ന് ഈ ചിത്രം 10 കോടിക്ക് മുകളിൽ പാരിക്കൂട്ടും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. മിക്കവാറും എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ടാണ് ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം ഏകദേശം 15 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു.
വേൾഡ് വൈഡായിട്ട് ഏകദേശം 25-30 കോടിക്ക് ഉള്ളിൽ ഈ ചിത്രം കളക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് വളരെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ചിത്രം. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും, അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും കൂടെ കൂട്ടി കളക്ഷനും എല്ലാം കൂടെ കൂട്ടി വെച്ചാലും ഈ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ്റെ ഏഴലത്ത് പോലും എത്താത്ത രീതിയിലുള്ള കളക്ഷനാണ്. 30 കോടി രൂപ ആദ്യ ദിനം തന്നെ ഈ ചിത്രം കളക്ട് ചെയ്യും എന്നാണ് അറിയാൻ പറ്റുന്നത്. 30 കോടി 25-30 കോടിക്കടുത്ത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ വിവരങ്ങൾ കൃത്യമായിട്ട് നാളെ രാവിലെ തന്നെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു പോസിറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രം പക്ക നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൽ റിലീസ് ചെയ്യാനുള്ളൊരു കാരണം എന്താ? ലാലേട്ടനുള്ളത് കൊണ്ടാണ്. ഇത്രയും നെഗറ്റീവ് പറയാനുള്ള കാരണം എന്താ കേരളത്തിൽ? അതും ലാലേട്ടനുള്ളത് കൊണ്ടാണ്. അതാണ് പ്രശ്നം. കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇത്രമേൽ നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യമില്ല. ഒരു പക്ഷേ ലാലേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രമേൽ നെഗറ്റീവ് പറയത്തുമില്ല ഈ ചിത്രത്തെ പറ്റി. അതുപോലെ തന്നെ ഒരുപക്ഷെ ആന്ധ്രയിൽ ഇത് റിലീസ് ചെയ്ത് അവിടെ ഒരു വൻ വിജയമായതിനു ശേഷം മലയാളത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോഴും നമ്മൾ പറഞ്ഞേനെ അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞേനെ. അതാണ് രീതി. കാരണം നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കഥ തന്നെയാണ്. കാരണം ലോജിക്കില്ലാത്ത കഥകളൊന്നും നമ്മളങ്ങോട്ട് ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് പൊതുവേ താല്പര്യക്കുറവാണ്. അതുതന്നെയാണ് ഈ ചിത്രത്തെ കേരളത്തിൽ ബാധിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഞാൻ റിവ്യൂ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ചിത്രം ഒരു വൻ വിജയമായി മാറും എന്ന് തന്നെയാണ് അവിടുത്തെ കളക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച കൊണ്ട് ഒരുപക്ഷെ ഇത് 100 കോടിക്കടുത്ത കളക്ഷൻ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ നമ്മൾ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഏകദേശം മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റ് ചില അവസരങ്ങളിൽ വിറ്റുമാറുന്നുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 9,620 ടിക്കറ്റോളം മണിക്കൂറിൽ വിറ്റുമാറുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റാണ് വിറ്റുപോകുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ചിത്രം നേടുന്നത്. പക്ഷേ കേരളത്തിലെ തിയേറ്ററിൽ തികഞ്ഞ ശോകമായ അവസ്ഥ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചു. കാരണം ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ ഫാൻസിനോ മലയാള പ്രേക്ഷകർക്കോ ഒന്നും ഈ ചിത്രത്തിനോട് അത്ര പ്രതിപത്തി പോരായിരുന്നു. കാരണം പൊതുവെ ഭക്തി ചിത്രങ്ങളോട് ഒന്നും നമുക്കത്ര പ്രതിപത്തി പോരാ. പിന്നെ വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 1 കോടിയെ തികയ്ക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ അന്യഭാഷയിലെല്ലാം ഈ ചിത്രം ഒരു വൻ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ആദ്യ ദിന കളക്ഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. ആദ്യ ഷോ കഴിഞ്ഞപ്പോഴും ഇപ്പോഴും മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റ് വിൽക്കണമെങ്കിൽ അവിടുത്തെ പ്രേക്ഷകർ ഇത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പം ബാക്കിയുള്ള കൃത്യമായിട്ടുള്ള കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നാളെ കൃത്യമായിട്ട് ലഭിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.